Hello, welcome to all curious beauties and handsome guys of UKGA into our today's Hindi class. Every day teacher starts our class with the one question. What is that question? Yes, it is how are you all? Then you will answer I'm fine, like that. Am I correct? Yes. Actually, the question, how are you all, is a magical question. Why? If we are not in a good mood and somebody asks us, how are you all? How are you, baby? Then, of course, our mood will change into a happiest one. അല്ലേ നമ്മളുടെ അമ്മ വഴക്കൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ്. കുറേ ചോക്ലേറ്റ് എടുത്തു തിന്നു, എന്നിട്ട് പിന്നെയും ചോക്ലേറ്റ് എടുക്കാനായിട്ട് ഫ്രിഡ്ജ് തുറക്കാൻ ചെന്നപ്പോൾ അമ്മ വഴക്ക് പറഞ്ഞു കിട്ടും. അപ്പോൾ നമുക്ക് വല്ലാതെ സങ്കടം വന്നിങ്ങനെ ഇരിക്കുമ്പോഴാണ് അപ്പുറത്തെ വീട്ടിലെ ആൻറ്റി വന്നിട്ട് ഹൗ ആർ യു ബേബി ചോദിക്കുമ്പോൾ നമ്മൾ പറയുമോ എനിക്കൊരു സുഖമില്ല, പറയോ അങ്ങനെ? നോ, വി വോണ്ട് ആൻസർ ലൈക്ക് ദാറ്റ്. വാട്ട് വി ആൻസർ? യെസ്, ഇറ്റ് ഈസ് ഐ ആം ഫൈൻ ആൻറ്റി. ആൻഡ് വി വിൽ സേ താങ്ക് യു. ഐ ആം ഫൈൻ ആൻറ്റി, thank you. Then what will happen? Our auntie also will become very happy. അത് കേൾക്കുമ്പോൾ ആൻറ്റിക്കും ഭയങ്കര സന്തോഷമാവും. ആൻറ്റിയുടെ സന്തോഷം കാണുമ്പോൾ മോൻ്റെ മക്കളുടെ വിഷമമൊക്കെ മാറിയും പോകും. ചോക്ലേറ്റ് കഴിച്ചൊരു സുഖവും സ്വീറ്റ്നെസ്സൊക്കെ കിട്ടും. Then you also will be happy and the another one, the second person also will be very happy. So teacher said that how are you is a magical question. But today I did not ask you how are you all. Why? Everyday teacher asks that question only, So today I just kept aside that question and direct I welcomed you to today's Hindi class. So that let us start our Hindi class. Yes, come on without any lagging. Take out your textbook, 2-line notebooks, your pencil, eraser and whatever may be the required things for your studies. Okay, get ready. Come on. Hope so you all are ready with your Hindi textbook PKBU Hindi Magic Varnamala Gyan. In the last classes we have studied A se anar, A se aam, E se imli, E se eek, U se ullu. And today we are going to study the next letter, that is Use un. Use un. Use un എഴുതുക എന്ന് പറയുന്നത് ഒരു പഠിക്കേണ്ട ആവശ്യമില്ല ഉണ്ടോ? നോ. ഇൻ ദ ലാസ്റ്റ് ക്ലാസ് വി ഹാവ് സ്റ്റഡീഡ് ഉസേ ഉല്ലു. ഉസേ ഉല്ലു ഒരു 3 പോലെ എഴുതണം, എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒന്ന് വരച്ചാൽ മതിയെന്ന് ടീച്ചർ പറഞ്ഞു. ഉസേ ഉല്ലുവായി. അപ്പോൾ ഉസേ ഉല്ലു ഒന്നുകൂടെ എഴുതിയിട്ട് അതിൻ്റെ നടുക്ക് കാണുന്നൊരു പോയിൻ്റ് ഉണ്ടല്ലോ, ആ പോയിന്റിൽ കൂടെ ചെറിയൊരു വാല്, കിണ്ടിക്കൊക്കെ വാലുണ്ട് ഉള്ളതുപോലെ. കിണ്ടി കണ്ടിട്ടുണ്ടോ? അതൊരു പാത്രമാണ്. പണ്ടൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ടാവും വീടുകളിൽ. പപ്പയുടെ മമ്മിയുടെ ഒക്കെ ചോദിച്ചു നോക്ക്, ഉണ്ടെങ്കിൽ അവർ കാണിച്ചു തരുമില്ലെങ്കിൽ കിണ്ടിയുടെ ഒരു പിക്ചറെങ്കിലും എടുത്ത് കാണിക്കാൻ പറയണം കേട്ടോ. അപ്പോൾ കിണ്ടിക്കൊരു വാലിടുന്ന പോലെ ഒരു കുഞ്ഞ വാല് ആ ഊസേ ഉല്ലുവിൻ്റെ നടുക്ക് കാണുന്ന കുനുപ്പിന് ഇങ്ങോട്ടിട്ടാൽ വാട്ട് വിൽ ബിക്കം? ദെൻ ദാറ്റ് വിൽ ബിക്കം Use un. Understood? Then teacher will tell you what is use un. Un എന്ന് പറഞ്ഞാൽ എന്താ? ഊൻ മീൻസ് നൂല്, പരുത്തി നൂലാണ് ഊൻ. പരുത്തിയുടെ ഈ കമ്പിളി നൂല് ഒക്കെ ഇല്ലേ, ഇത് ടീച്ചർ നിങ്ങളെ ജസ്റ്റ് മനസ്സിലാക്കിക്കാൻ. കാരണം നമ്മളുടെ പിക്ചറിൽ കാണുന്നത് ഇതൊരു ഊനാണ്, നിങ്ങൾക്കിത് മനസ്സിലാവാൻ മാത്രം ഒരു ഇതില്ല, അതൊരു നൂലാന്ന് മനസ്സിലാവില്ല. ഇവിടെ ഒരു അമ്മച്ചി ഇരുന്ന് ഇങ്ങനെ തയ്ക്കുന്നുണ്ട്, നല്ലൊരു ഗ്രാൻഡ്മ. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല ഊനാണെന്ന്. അതുകൊണ്ട് ടീച്ചർ ഇപ്പോൾ കടയിൽ പോയി വാങ്ങിയിട്ട് വന്നാണ്. ഇത് ഈ ഊൻ എന്ന് പറയുന്നതിൻ്റെ ഒരു കൈൻഡ് ഓഫ് ഊനാണ്. ഇതിനേക്കാളും കുറച്ചുകൂടി കട്ടിയുള്ള കമ്പിളി, ഈ സ്വെറ്ററൊക്കെ ഇല്ലേ, സ്വെറ്ററൊക്കെ മെനയുന്ന അത്തരം നൂലുകളാണ് ഊൻ എന്ന് പറയുന്നത്. എല്ലാ നൂലിനെയും ഊൻ എന്നല്ല കേട്ടോ ഹിന്ദിയിൽ പറയുന്നത്. സാധാരണ നമ്മൾ തുണി തയ്ക്കുന്ന നൂലിനെയൊക്കെ ധാഗ എന്നാണ് പറയുന്നത്. ഇത് ഉസേ ഊൻ, ഈ കമ്പിളി നൂല്, ഇതൊരു ടൈപ്പ് ഓഫ് എ കൈൻഡ് ഓഫ് കമ്പിളി നൂലാണത്. അപ്പോൾ നമ്മൾ ഊസേ ഊൻ എങ്ങനെ എഴുതും, ഹൗ വി ഹാവ് ടു റൈറ്റ് ഊസേ ഊൻ ആൻഡ് വാട്ട് ഈസ് ഊൻ, ഇത്രയും നമ്മൾ പഠിച്ചു. Then now we will go and see the another some words are given
starts with oo. The first one, say und. Und means camel. From the picture you will understand, und means camel. Camel in English, und in Hindi, ഒട്ടകം in Malayalam. Next one, say ood bilav. Ood bilav means ood is a half of sea animal. ഇതൊരു സീ ആനിമലാണ്. ഊത് ബിലാവിനെ മലയാളത്തിൽ നീർനായ, കടൽ നായ എന്നൊക്കെ പറയുന്ന ഒരു ആനിമലാണ്. നമ്മൾ കോമൺ ആയിട്ടൊന്നും കാണുന്ന സാധനമല്ല. നീർനായ, കടൽ നായ എന്നൊക്കെ പറയുന്ന ഒരു ആനിമലാണ്. വെള്ളത്തിലാണ് കൂടുതലും ഉള്ളത്. ഊത് ബിലാവ്, ഊസേ ഊത് ബിലാവ്. ദ ലാസ്റ്റ് വൺ, ഊസേ ഊപ്പർ. ഊപ്പർ എന്ന് പറഞ്ഞാൽ മുകളിൽ. ടേബിൾ കെ ഊപ്പർ, മേശ് കെ ഊപ്പർ എന്ന് പറഞ്ഞാൽ മുകളിൽ. ഇംഗ്ലീഷിലെ ഓൺ എന്ന വേർഡാണ് സെയിം മീനിങ് ഹിന്ദിയിൽ ഊപ്പർ. അണ്ടർസ്റ്റുഡ്? ഓക്കെ, ദെൻ ടുഡേ വി ഹാവ് സ്റ്റഡീഡ് വാട്ട് ഈസ് ഊസേ, ഊൻ, ഹൗ വി ഹാവ് ടു റൈറ്റ് ഊ, and the three another words also, some other words starts with oo. That also we have studied. And there is a symbol gungunavo. Use un गर्मी है देती. ऊसे ऊन गर्मी है देती. ऊसे ऊन നമുക്ക് എന്ത് തരും? ഗർമി ഹെ ദേത്തി. ഗർമി മീൻസ് ചൂട്. ദേത്തി ഹെ മീൻസ് തരുന്നു. നമുക്ക് ദേന മീൻസ് തരുക എന്നാണ്. ദേത്തി ഹെ തരുന്നു. നമുക്ക് എന്ത് തരും? ഈ കമ്പിളി. ടീച്ചർ പറഞ്ഞു ഇത് കമ്പിളി നൂലാണ്. ഇത് നമ്മൾ എംബ്രോയ്ഡറിയൊക്കെ തയ്ക്കുന്ന സാധാരണ നൂലാണ്, പക്ഷേ ഇതൊരു കൈൻഡാണ് അതിൻ്റെ. അപ്പോൾ കമ്പിളി നൂല്, കമ്പിളി പതിപ്പൊക്കെ നമുക്ക് ചൂട് തരില്ലേ? അപ്പോൾ യൂൻ കൊണ്ടാണ് കമ്പിളി പതിപ്പൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പം ഊസ യൂൻ വാട്ട് വിൽ ഗീവ്? ഗർമി, ഹോട്ട് വിൽ ഗീവ്. സർദി സാരി യെ പർ ലെത്തി. സർദി മീൻസ് ഹോട്ടിൻ്റെ ഓപ്പോസിറ്റാണ്, മീൻസ് സമാര. ഗർമിയുടെ ഓപ്പോസിറ്റാണ് സർദി, മീൻസ് തണുപ്പ്. സർദി സാരി ഏപ്പർ ലേത്തി. നമുക്ക് സാരി മീൻസ് മുഴുവൻ, ഏപ്പർ ലേന എന്ന് പറഞ്ഞാൽ അതിലോട്ട് എടുത്തുകൊണ്ട് പോകുക എന്നൊക്കെയാണ്. ദാറ്റ് വി വിൽ ലേൺ ഇൻ ദ ബിഗർ ക്ലാസ്സസ്. അതൊക്കെ പിന്നെ പഠിക്കാം കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യും? ഊസയൂന് എന്ത് ചെയ്യും? നമുക്ക് ചൂട് തരും, എന്നിട്ട് നമ്മുടെ അടുത്ത് നിന്ന് തണുപ്പ് എടുത്തുകൊണ്ട് പോകും. അങ്ങനെയല്ലേ? നമുക്ക് ഒത്തിരി തണുക്കുമ്പോൾ നമ്മൾ സ്വെറ്റർ ഇടുന്ന, കമ്പിളി ഇടുമ്പോഴൊക്കെ നമ്മളുടെ തണുപ്പ് ആ സ്വെറ്ററോ അല്ലെ കമ്പിളിയൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് നമുക്ക് അവർ ചൂട് തരും. അങ്ങനെയല്ലേ ചെയ്യുന്നേ? Then let us conclude our today's class. Is it so? No, we have to do some other more works. What is that? Yes, come to the back page and pick out the sticker of Use Un. Every time my sticker will not be ready to come with me, but somehow teacher will pick it up. Then teacher stick down. You also stick it very neat and tidy. Then afterwards you have to keep this textbook. Now teacher will show you how to write Use Ullu. As usual, we will write that Use Ullu first here. Teacher told you like oo. You have to write a 3 like oo, and you have to put a small tail here. Oo. Then it will become oo. Line on the upper line. Oo. Say. You say. Oo. ഊൻ. ഊസേ ഊൻ. ഊൻ. അപ്പോൾ നമ്മളൊരു ഊനും കൂടെ വരയ്ക്കും. ഊൻ ടീച്ചർ പറഞ്ഞു കമ്പിളി നൂലാണ് ഊനെന്ന് പറയുന്നത്. ടീച്ചർ മുമ്പ് കാണിച്ചത് അതിൻ്റെ ഒരു കൈൻഡ് ഓഫ് കമ്പിളി നൂലാണ്. എന്തെങ്കിലും ഇങ്ങനെ റൗണ്ടായിട്ട് വരയ്ക്കാം കേട്ടോ. ഇതിങ്ങനെ അങ്ങ് വരച്ചാൽ മതി. അല്ലെങ്കിൽ ഇത് ഇങ്ങനെയും വരയ്ക്കും. ഇങ്ങനെ ഇരിക്കും കമ്പിളി നൂല്. എന്നിട്ട് നടുക്ക് ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെയും വരച്ചോളൂ. 2 എണ്ണം വരയ്ക്കണ്ട, എനി 1 ഏതെങ്കിലും ഒരെണ്ണം വരച്ചാൽ മതി കേട്ടോ. ഉസേ ഊൻ. Now you know to write use un. I am very sure. So ഈ എഴുതുക. അതിനുശേഷം എൻ്റെ നടുക്കുന്ന ഇങ്ങനെ ഒരു വാൽ. ടീച്ചർ പറഞ്ഞാൽ കിണ്ടിക്കൊക്കെ വാലുള്ള പോലെ ഒരു വാൽ.
മുമ്പ് പറഞ്ഞിട്ടുണ്ട് ടീച്ചർ, പല ഫോണ്ടിൽ എഴുതുമ്പോൾ അത് പല സ്റ്റൈലിലൊക്കെ വന്നേക്കാം. ദാറ്റ് ഈസ് നോട്ട് എ മാറ്റർ. സം ഹൗ ദിസ് ഈസ് ദ റൂൾ ടു റൈറ്റ്. ഊ സേ അണ്ടർസ്റ്റുഡ്? ഓക്കെ. എപ്പോഴും ടീച്ചർ പറഞ്ഞ പോലെ അക്കോർഡിംഗ് ടു ദ ഏരിയ ഓഫ് അവർ റൈറ്റിംഗ് place it will be small or big. You have to keep in your memory one thing. What is that? ഇങ്ങനെ 2 lines ഉണ്ടാവുമല്ലോ. In that 2 lines we have to write this u. Okay? ഇത് മാത്രമാണ് കേട്ടോ. ഇങ്ങനെയൊരു വാല് പോലെ ഇടുന്ന ഈ മാത്ര എവിടെ, ഈ ലൈൻ വരെ എത്തണം. ഓക്കെ, മനസ്സിലായോ? അല്ലാതെ ഇങ്ങനെ എഴുതിയിട്ട് ഇത്രയും മാത്രം ഒന്നും കൊണ്ടുപോകുന്നു നിർത്തി വെക്കരുത്, അത് റോങ് ആണ്. യു ഹാവ് ടു റൈറ്റ് ഉ, ആ ഒരു വാല് വര വരെ കൊണ്ടിടണം. ഓക്കെ, ഈ വര കഴിഞ്ഞ് ഇനി ചാടി പോരരുത്, അതും റോങ് ആണ്. ഓക്കെ, അപ്പോൾ ടീച്ചർ ഇവിടെ എഴുതിയിരിക്കുന്ന കണ്ടില്ലേ, ഇൻ ദ സെയിം കണ്ടീഷൻ യു ഹാവ് ടു റൈറ്റ് അഗെയിൻ. ടീച്ചർ വിൽ ഷോ യു say oon and a line on the top. Say oon is ready. Okay, then now all of you take out your 2-line notebook. Then as usual teacher will give you the homework. First of all we have to put today's date. What is today's date? It is 14/7/2020. Okay, and we will write say oon. പിന്നെ ടീച്ചർ മുമ്പ് പറഞ്ഞതുപോലെ ഊനിങ്ങനെ വരയ്ക്കും. ഇങ്ങനെ അങ്ങ് വരച്ചാൽ മതി. നടുക്ക് ഇങ്ങനെ ഒരു വള്ളി കെട്ട് പോലെ ഉണ്ടാവും, ഇങ്ങനെ കേട്ടോ. Say when you have to draw it every time teacher repeats the same thing. You have to, the student, you have to draw that picture. Don't give to your mummy papa. നിങ്ങൾ തന്നെ വരയ്ക്കണം. അതിന് ഭംഗി ഇല്ലെങ്കിലും കുഴപ്പമില്ല. സേ ഊൻ. നെക്സ്റ്റ് സേ ഊൻ. നെക്സ്റ്റ് വൺ say understood? Then like every day you have to draw a line in between and make your writings very neat and clean. And first of all I tell to parents, you have to check it. പേരൻസ് ഇതാദ്യം ചെക്ക് ചെയ്യണം. കാരണം ടീച്ചർ ഇപ്പം എനിക്ക് നിങ്ങൾ അയച്ചാൽ പോലും ഞാൻ വാട്സപ്പിലാണ് ചെക്ക് ചെയ്ത് കറക്ഷൻസ് പറഞ്ഞു തരാണ് ചെയ്യുന്നത്. അല്ലാതെ വാട്സപ്പിലെ ഒരു ഇമേജിൽ ഞാനൊരു റെഡ് മാർക്കിട്ട് വരച്ച് വെച്ചിട്ട് യാതൊരു യൂസുമില്ല. സോ ഫസ്റ്റ് ഓഫ് ഓൾ പേരൻസ് ഷുഡ് ചെക്ക് ആൻഡ് യു ഹാവ് ടു സൈൻ. ചെക്ക് മീൻസ് അതിൽ എന്തെങ്കിലും കറക്ഷൻ കണ്ടാൽ യു ഹാവ് ടു മേക്ക് യുവർ ചൈൽഡ് ടു കറക്റ്റ് ദാറ്റ്. അത് കുട്ടീനെ കൊണ്ട് തന്നെ കറക്റ്റ് ചെയ്യിച്ചതിന് ശേഷം നിങ്ങൾ ഒരു സൈനിട്ട് ഡേറ്റ് ഇട്ടിട്ട് എനിക്ക് അയച്ചു തരിക. ഐ ഓൾസോ വിൽ ചെക്ക്. ഞാനും അതിൽ കൂടെ കടന്നു പോകും. ഐ വിൽ ഗോ ത്രൂ ദാറ്റ്, ചെക്ക് ചെയ്യും ആൻഡ് യു ഹാവ് ടു സെൻഡ് ടു മീ. ഓക്കെ, so let us conclude today's class. Pray for all the goodness. We will meet in the next class. Till then, bye bye.